ഇന്ന് രാവിലെ കണി കണ്ടത് എന്റെ പഴത്തോട്ടത്തിലെ പപ്പായ ചെടിയിൽ പഴുത്തു നിൽക്കുന്ന പപ്പായയാണ്. നേരത്തെ എന്റെ തോട്ടത്തിലുണ്ടായിരുന്ന നാടൻ പപ്പായയുടെ വിത്ത് വീണ് മുളച്ചുണ്ടായതാണ് ഈ പപ്പായ ചെടി. നന്നായി പഴുത്ത് പൂർണ്ണമായും മഞ്ഞ നിറത്തിൽ നിൽക്കുന്ന ഈ പപ്പായയുടെ ഭംഗി കുറച്ചു നേരം ആസ്വദിച്ചു നിന്നു. ഇങ്ങനെ വിഷരഹിതമായ പഴങ്ങൾ തോട്ടത്തിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ചെടുക്കാനും അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്റെ തോട്ടത്തിൽ ഞാൻ നടാതെ തന്നെ വിത്തുകൾ വീണ് മുളച്ചുണ്ടായ കുറച്ച് പപ്പായ ചെടികൾ അവിടെ ഇവിടെ ആയിട്ട് വളർന്നു വരുന്നുണ്ട്. നമ്മൾ വളരെയധികം പരിചരണം കൊടുത്ത് വളർത്തുന്ന ചില ചെടികളെങ്കിലും നശിച്ചു പോകാറുണ്ട്. എന്നാൽ ഇങ്ങനെ വിത്ത് വീണ് മുളയ്ക്കുന്ന ചില ചെടികളിൽ നിന്ന് കായ്ഫലം കിട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബോണസ് ആണെന്ന് തന്നെ പറയാം. എന്തായാലും ഈ നാടൻ പപ്പായ നമുക്കൊന്ന് മുറിച്ചു നോക്കാം. അതിനു മുമ്പായിട്ട് ഇതിന്റെ തൊലിയൊന്ന് ചെത്തിയെടുക്കാം. തൊലി ചെത്തിക്കളയുന്നത് കൊണ്ട് തന്നെ പപ്പായ കഴുകി വൃത്തിയാക്കണമെന്നില്ല. ഇനി നമുക്ക് ഒന്ന് രണ്ടായിട്ട് മുറിച്ചു നോക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് മുഴുവൻ പപ്പായയുടെ വിത്തുകളാണ്. ഇതെല്ലാം നമുക്ക് ചെടിയുടെ ചോട്ടിൽ തന്നെ നിക്ഷേപിക്കാം. പപ്പായയുടെ ഉൾവശം ഏകദേശം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. സാമാന്യം തരക്കേടില്ലാത്ത മധുരമാണ് ഈ നാടൻ പപ്പായക്കുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.